ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. എന്താണെന്നറിയോ, വെണ്ടയ്ക്കായ ഇഷ്ടമല്ലാത്ത ആർക്കാണ്? എല്ലാവർക്കും ഇഷ്ടം, എനിക്കും ഇഷ്ടം, നിങ്ങളെപ്പോലെ തന്നെ. വെണ്ടയ്ക്കായ് മുട്ടയെ കൊണ്ട് നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്ക മുട്ട പെരട്ട്, അതാണ് ഞാനിന്ന് ചെയ്യുന്നത്. ചപ്പാത്തിക്കോ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു 15 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം വേണം എടുക്കാൻ. അതുപോലെ തന്നെ കേടില്ലെന്ന് ഉറപ്പ് വരുത്തണം. ചില വെണ്ടയ്ക്കകത്തൊക്കെ ചിലപ്പോൾ പുഴുക്കൾ കാണും, അതുകൊണ്ട് അത് നോക്കി ശ്രദ്ധയോട് കൂടി വേണം ഇതെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് 3 കോഴിമുട്ട. ഇത് പുഴുക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കും. അടുപ്പ് കത്തിച്ചിട്ട് ചീനച്ചട്ടിയോ കടായിയോ എന്തെങ്കിലും അടുപ്പത്തിട്ട് വെക്കുക. നമ്മുടെ കടായി ഇത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് വറ്റൽമുളക്, ഏകദേശം ഒരു 10-20 വറ്റൽമുളകുണ്ട്. ആ മുളകൊന്ന് വറുത്തെടുക്കണം, അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മുളക് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ എരിവില്ലാത്ത മുളകാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എരിവ് ഉള്ള മുളക് കൂടെ വേണമെങ്കിൽ 2-3 അതുകൂടെ ഇട്ട് കൊടുക്കാമെന്നാണ്. അപ്പോൾ മുളകൊക്കെ വേണ്ടേ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ മൂത്ത മുളക് നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. എണ്ണയൊക്കെ ഇങ്ങനെ നിർത്തി ഇങ്ങോട്ട് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും കൂടെ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത്, നമുക്കറിയാമല്ലോ ഈ വെണ്ടയ്ക്കായ്ക്കകത്തെന്ന് പറഞ്ഞാൽ ഒരു വഴുവഴുപ്പുണ്ട്, അതൊന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരല്പസമയം കഴിയുമ്പോഴത്തേക്കും ആ വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊന്ന് മാറിക്കിട്ടും. 2-3 മിനിറ്റ് മാത്രം ആ എണ്ണയ്ക്കകത്തുനിന്ന് കിടന്നാൽ മതി. ചെയ്തുണ്ടോ നല്ല പറഞ്ഞ് ആ വാടുവഴുപ്പൊന്ന് മാറിയ ശേഷം നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് കോരി വെക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനമെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം പടപടാന്ന് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് വലു നോക്കി 2 സവോള, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കുക. ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. വെവ്വേറെ എണ്ണയൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒറ്റ ട്രിപ്പിന് തന്നെ ഇതൊക്കെ റെഡിയാക്കി എടുക്കും. ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് ഈ സവോളയും ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഒന്ന് കൂട്ടി വെക്കണ്ടേ. ഈ സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും 2-3 പച്ചമുളക് ഒന്ന് 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു. ആ പച്ചമുളക് കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് ഒന്ന് ഇളക്കി ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഞാനൊന്ന് കൊടുക്കുകയാണ്. എന്താ ഒന്ന് പൊടിച്ചുകൊണ്ട് പൊടിക്കെന്ന് പറഞ്ഞാൽ ചെറിയ തരിയായിട്ട് പൊടിച്ചാൽ മതി, ഒത്തിരി പൊടിച്ച് പോകണ്ട. പൊടിച്ചുകൊണ്ട് അപ്പം മുളകൊക്കെ ഒന്ന് പൊടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ ഒരു രീതിക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം മുളകൊക്കെ പൊടിച്ചു. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ സവോള ഇതേപോലെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനിയും അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ പെരുംജീരപ്പൊടി, എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി 1 ടീസ്പൂൺ അളവ് ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് ഇച്ചിരി കുറച്ച് വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്താൽ മതി. അപ്പം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇപ്പം അത്യാവശ്യം പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മസാലപ്പൊടി, അതായത് ഗരം മസാലപ്പൊടി, അതിന് ഇട്ട് കൊടുക്കും. അപ്പോൾ എല്ലാ പൊടികളും നമ്മൾ ചേർത്തിട്ടുണ്ട്.
നല്ല പഴുത്ത് നോക്കി 2 പഴുത്ത തക്കാളിയും കൂടെ ഇതേപോലെ കനം കുറച്ചങ്ങോട്ടായിരിക്കും ഈ തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഉടഞ്ഞ് കിട്ടിക്കും. എല്ലാം കൂടെ ഒന്ന് ഇളക്കി. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കണ്ട. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച ഈ മുളകും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, ബാക്കി അങ്ങോട്ട് മാറ്റുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താം. ആ മുളകും കൂടി ഇട്ട് ഒന്ന് ഇളക്കി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടൊരു ഗ്രേവിയായി. അപ്പം നമ്മൾ ഇനിയും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്ക ഈ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇതേപോലെ ഇതൊന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരല്പം വെള്ളം, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് അളവിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്നാലും ആ വെണ്ടയ്ക്കകത്ത് ആ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. ഇനി ഒന്ന് മൂടി വെക്കാം. ഒരു 3 മിനിറ്റെങ്കിലും ചെറിയ തീയിലിരിക്കട്ടെ. ഇനി നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് മുറിച്ച് വെക്കാം. ഇതേപോലെ ഒരു കോഴിമുട്ട ഞാൻ 4ആയിട്ടാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാലും മുറിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. 3 മിനിറ്റ് ആയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പം തന്നെ നല്ല കറി ഒരു കൊതിപ്പിക്കുന്ന ഒരു മണവും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് തീർച്ചയായിട്ടും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. മുട്ടയോടെ ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മുട്ട പെരട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ചപ്പാത്തിക്കോ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ്. ഇനി അടുപ്പ് അങ്ങ് നിർത്തിയേക്കാം. റെഡിയായതിനു ശേഷം വെണ്ടയ്ക്ക മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയോ. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിലുണ്ടല്ലോ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അതുപോലെ ദൂരയാത്രയ്ക്കൊക്കെ പോകുന്നില്ലേ, അവർക്കൊക്കെ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഒരു കറിയുണ്ട്. നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനും ആവും, ഉച്ചക്കത്തെ ഊണിനും ആവും. അപ്പോൾ ചെയ്ത് നോക്കുക. വളരെ ചീപ്പല്ലേ, വെണ്ടയ്ക്കയ്ക്ക് വളരെ വിലക്കുറവുള്ള സാധനം. എല്ലാ വീടുകളിലും ഉണ്ട് താനും. ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും എരിവൊക്കെ നോക്കണം. നമ്മുടെ പാകത്തിന് മാത്രമേ എരിവിടാവുള്ളൂ. ഇതിപ്പം നമ്മൾ കുരുമുളകൊക്കെ ചേർത്തുകൊണ്ട് അല്പം എരിവുണ്ട്. അപ്പം എരിവ് കുറച്ച് വേണമെങ്കിൽ അതനുസരിച്ചൊക്കെ ചേർക്കാവുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കുക. നല്ലൊരു ഐറ്റം തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.